രാഹുൽ, നമ്മുടെ വാർത്തയ്ക്കൊരു ഇമ്പാക്റ്റ് ഉണ്ടായിരിക്കുന്നു. ആ കുട്ടി അനുഭവിച്ചത് വല്ലാത്ത മാനസിക സംഘർഷം മാത്രമല്ല, ശാരീരികമായിട്ടുള്ള മർദ്ദനം കൂടിയാണ്. ദേഹത്തൊക്കെ പാടുകൾ ഉണ്ടായിരുന്നു. നമ്മൾ ആ കുട്ടിയുടെ പ്രതികരണം എടുത്തിരുന്നു. വളരെ ക്രൂരമായ മർദ്ദനമാണ് ആ സ്ഥാപനത്തിൽ നിന്ന് ഏറ്റതെന്ന് തന്നെയല്ലേ ആ കുട്ടി പറഞ്ഞതും. ഇപ്പോൾ നടപടി വരികയാണ് രാഹുൽ. ഡോക്ടർ അരുൺ, ഈ 17-കാരൻ അതിക്രൂരമായിട്ടുള്ള മർദ്ദനമാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത്. ആ 17-കാരൻ്റെ ദയനീയ അവസ്ഥ നമ്മളാണ് ആദ്യം പുറം ലോകത്തെ അറിയിക്കുകയും ചെയ്തത്. ഇന്നലെ രാവിലെയാണ് നമ്മൾ ആദ്യമായി വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. പിന്നാലെ ആദ്യം തന്നെ മന്ത്രിയുടെ ഓഫീസ് ഈ വിഷയത്തിൽ ഇടപെട്ടു എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. ആദ്യഘട്ടത്തിൽ ഈ പരാതിയിൽ പ്രാഥമിക അന്വേഷണം നടത്തിയ ശേഷം പോലീസ് കേസെടുക്കാം എന്നതായിരുന്നു ആദ്യം കുടുംബത്തെ അറിയിച്ചിരുന്നത്. അതിനുവേണ്ടി പത്തനംതിട്ടയിലേക്ക് ഈ കുടുംബത്തോട് എത്താൻ പറയുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ മന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടുകൊണ്ട് ഈ കുട്ടിയുടെ കുടുംബത്തോട് പത്തനംതിട്ടയിലേക്ക് പോകേണ്ട, കട്ടപ്പനയിൽ തന്നെ പോലീസ് കേസെടുക്കാമെന്ന് ഉറപ്പ് നൽകുകയായിരുന്നു. അങ്ങനെയാണ് ഇന്നലെ കട്ടപ്പന ഡിവൈഎസ്പി കുടുംബത്തെ വിളിച്ചു വരുത്തുകയും ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം കുടുംബത്തിന്റെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തത്. പിന്നീട് ഇപ്പോൾ കുട്ടിയുടെ അമ്മ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. നമസ്കാരം അമ്മ, കേൾക്കുന്നുണ്ടോ? ഈ മോനെ എന്താ പറ്റിയത്? അവൻ എന്താ പറഞ്ഞത്? മോനെ അവിടെ പൈസ മോഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ടാണ് അവിടെ അത്രയും അവര് 3 പേര് ഉപദ്രവിച്ചതാണ്. ഞാൻ രാവിലെ പോയി അവിടുന്ന് കൊണ്ടുവരുമായിരുന്നു സാറേ. അവനെ കണ്ടപ്പോ എന്തായിരുന്നു അവസ്ഥ? എന്നെ അവന് മനസ്സിലായില്ലെന്നുള്ളതാ. ഞാൻ അവിടെ ചെന്ന് നിന്നിട്ട് അവന് ആ റൂം തുറന്ന് അവര് ഇറക്കി കൊണ്ടുവന്നപ്പോ എന്നെ അവന് മനസ്സിലായില്ല. ഞാനാ അവനെ കാണാൻ വന്നിരുന്നു എന്നുള്ള കാര്യം അവന് മനസ്സിലായില്ല. കാരണം അത്രയും 2 ദിവസം അടി കൊണ്ട് അവിടെ കിടന്നിട്ട് അവന് ആരും തിരിച്ചറിയാൻ പറ്റാഞ്ഞിട്ടാണോ പേടിച്ചിട്ടാണോ എന്ന് എനിക്ക് അറിയില്ല. എന്നെ അവന് മനസ്സിലായില്ല. പിന്നെ ഞാൻ എത്രയും പെട്ടെന്ന് അവരോട് സംസാരിച്ചിട്ട് കൊണ്ടുവരുക ചെയ്ത്. അത്രയ്ക്ക് ക്രൂരമായി മർദ്ദിച്ചോ? ദേഹം മുഴുവൻ, ശരീരത്ത് ഫുള്ള് പാടുണ്ട്. 2 തൊടയിലും അടിച്ച് പൊട്ടിച്ചതായിട്ടുണ്ട്. പുറത്ത് നല്ല ചതവുണ്ട്. പിന്നെ തലക്കിട്ടൊക്കെ അടിച്ചിട്ടുണ്ടെന്നാണ്, കട്ടിലിനോട്ട് അടിച്ചിട്ടുണ്ടെന്നാ പറഞ്ഞ. അവന് ഫുഡ് കഴിക്കാൻ ഇപ്പൊ ശരിക്കും പറ്റുന്നില്ല. എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ ഛർദ്ദിക്കാൻ വരിക. അങ്ങനെ ഭയങ്കര പ്രശ്നം. നടക്കാൻ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. കാലിന്റെ വെള്ളക്കിട്ട് അടിച്ചതുകൊണ്ട് കാല് കുത്താൻ ഭയങ്കര പാടാണ്. മോൻ എന്താ അമ്മയോട് പറഞ്ഞത്? എന്ത് കാര്യത്തിലാണ് അടിച്ചത്? ഇത് പുറത്ത് പറയുന്നതല്ലേ ഈ മോഷണം എന്ന്? അല്ലാതെ എന്തിനു വേണ്ടിയായിരിക്കും അടിച്ചത് ഇവര്? അവന് പഠിക്കാനായിട്ടാണ് അവരവിടെ കൊണ്ടു ചെന്നത്. ഞങ്ങള് അവിടെ ചെന്നപ്പോ ഞങ്ങളോട് പറഞ്ഞത് പഠിപ്പിക്കാം, ജോലി വാങ്ങിച്ചു തരാം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടെ കൊച്ചിനെ ഞാൻ അവിടെ കൊണ്ടുപോകുന്ന അങ്ങനെയാ. അന്ന് അത് കഴിഞ്ഞ് അവനെ പഠിപ്പിക്കാൻ വിട്ടില്ല. അവനെ പണിക്കും പിന്നെ അവിടെ നിൽക്കുന്ന അച്ഛന്മാരെയൊക്കെ കുളിപ്പിക്കാനും വൃത്തിയാക്കാനും ഒക്കെ നിർത്തുകയൊക്കെ ചെയ്തു. പിന്നെ അവരുടെ വീട് പണിയുന്നിടത്ത് കൊണ്ടുപോയി ഓടോ പോരാനും അങ്ങനെ കുറെ കാര്യങ്ങൾക്കൊക്കെയാ കൊണ്ടുപോയത്. അപ്പൊ ഇവൻ പഠിക്കണം എന്ന് പറഞ്ഞു. പാസ്റ്ററിനെ കാണണം, സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് ഈ മാനേജർ അവരൊന്നും സമ്മതിച്ചില്ലെന്നാ പറഞ്ഞ്. അവരാരും സമ്മതിച്ചില്ല. അപ്പൊ ഇവൻ ഒരു പ്രാവശ്യം പാസ്റ്ററിനെ കണ്ടപ്പോ എനിക്ക് പഠിക്കണം, ഇല്ല എനിക്ക് വീട്ടിൽ പോകണം എന്ന് പറഞ്ഞു. അപ്പൊ പാസ്റ്റർ പറഞ്ഞത്, നിന്നെ വീട്ടിൽ പോകുന്ന സമയത്ത് ഞാൻ പറയാം, അന്നേരം നീ പോയാൽ മതി, ഇപ്പൊ പോകണ്ടെന്ന് പറഞ്ഞു എന്ന് മാത്രം പറഞ്ഞു. പിന്നെ എനിക്ക് ഈ വിവരമെല്ലാം അറിഞ്ഞ് തരുന്ന അവിടെ തന്നെ ഇവരുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരു പെങ്കൊച്ച എന്നെ വിളിച്ചു പറഞ്ഞ്, ഇന്നപോലെ കൊച്ചിനെ അടിച്ചു, ആന്റി എത്രയും പെട്ടെന്ന് വന്ന് കൊണ്ടുപോയില്ലേ, അവർ തല്ലിക്കൊല്ലും എന്ന് പറഞ്ഞ് എനിക്ക് അവള് രഹസ്യമായിട്ട് ഫോട്ടോ അയച്ചു തന്നു. കൊച്ചിന്റെ അടിച്ച പാടെല്ലാം കൂടെ ഫോട്ടോ അയച്ചു തന്നു. രാത്രി 12 മണിക്ക് ഞാൻ ഇവിടുന്ന്. അമ്മ ഒരു നിമിഷം, ഇപ്പോൾ മന്ത്രി ബിന്ദു കൃഷ്ണ തന്നെ നമുക്കിപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. നമസ്കാരം മിനിസ്റ്റർ ബിന്ദു കൃഷ്ണ, ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ ഒരു അമ്മയുടെ സങ്കടം കേൾക്കുകയായിരുന്നു. ആ കുട്ടിയെ അടിച്ചൊരു പരുവാക്കി കളഞ്ഞു മിനിസ്റ്റർ. അതെ, തീർച്ചയായും ആവർത്തിച്ച് കുട്ടികൾക്കെതിരെ, വ്യത്യസ്ത പ്രായത്തിൽപ്പെട്ടവരാണെങ്കിൽ പോലും കുട്ടികൾക്കെതിരെ വരുന്ന ഇത്തരം അതിക്രമങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന നൊമ്പരം വളരെ വലുതാണ്. അതിനും അപ്പുറത്തേക്ക് ഇതിനെതിരെ ശക്തമായ നടപടികൾ എടുക്കുന്ന കാര്യത്തിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ഈ കൃത്യമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. ഇനി ഒരു കുട്ടിക്കും ഇത്തരം അനുഭവം ഉണ്ടാകാതിരിക്കാൻ ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെ സമഗ്രമായ അന്വേഷണം നടത്തി കർശനമായ നടപടി എടുക്കുന്നതാണ്. മിനിസ്റ്റർ തുടരണേ, ഞാനൊന്ന് അമ്മയെടുത്തൊന്ന് ചോദിക്കട്ടെ. അമ്മ, മിനിസ്റ്റർ ഉണ്ട് നമുക്കിപ്പം, ബിന്ദു കൃഷ്ണ മാഡമാണ്. ഒന്ന് അമ്മയ്ക്ക് മിനിസ്റ്ററോട് സംസാരിക്കാം, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ. ഇതിന് നന്നായി എനിക്ക് ഇത്രയും ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ ഇതിനെ നന്നായിട്ട് നടപടി എടുത്ത് തരണം. എന്റെ ഇതിനൊരു പരിഹാരം കണ്ടു തരണം. കാരണം ഒരുപാട് പിള്ളേരുണ്ട് അവിടെ, ഒരുപാട് പുറത്ത് പറയാൻ പറ്റാതെ ഒരുപാട് പിള്ളേരുണ്ടായിരുന്നു അവിടെ. അച്ഛന്മാരാണെങ്കിലും അമ്മമാരാണെങ്കിലും ഒരുപാട് പേരുണ്ട് അവിടെ. എന്നോടും അവിടെ നിന്ന സമയത്ത് പറഞ്ഞു, ഞങ്ങൾക്ക് ഇങ്ങനെ പറയാൻ പറ്റത്തില്ല, പ്രതികരിക്കാൻ പറ്റത്തില്ല, ഞങ്ങൾക്ക് പോകാൻ ഇടമില്ല, അതുകൊണ്ട് ഞങ്ങളുടെ കാര്യം പറയണം എന്നുള്ള രീതിയിലായിരുന്നു അവര് സംസാരിച്ചത്. അവിടെ ഈ സ്ഥാപനത്തില് ഈ കുട്ടിയല്ലാതെ മറ്റു കുട്ടികളും ഇങ്ങനെ കുടുങ്ങി കിടപ്പുണ്ടെന്നാണ് പറയുന്നത്.
തീർച്ചയായും ആ വിവരം ഇപ്പോൾ കേട്ടു. നേരത്തെ തന്നെ കുട്ടിയുടെ അമ്മയുമായി സംസാരിച്ചിരുന്നു. ഈ പർട്ടിക്കുലർ കേസിൽ നടപടികൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞു. പക്ഷേ ഇപ്പോൾ കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കുറച്ചുകൂടി സമഗ്രമായ പരിശോധനയ്ക്ക് നിർദ്ദേശം നൽകും. കൃത്യമായ നടപടിയെടുക്കും. എല്ലാവരുടെയും സുരക്ഷിതത്വവും സംരക്ഷണവും ഉറപ്പുവരുത്തും. ഓക്കെ, താങ്ക് യു മിനിസ്റ്റർ. താങ്ക് യു ബിന്ദുകൃഷ്ണ മിനിസ്റ്റർ. താങ്ക് യു ബിന്ദുകൃഷ്ണ മിനിസ്റ്റർ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അമ്മ ഇനി സങ്കടമൊന്നും വേണ്ട, മിനിസ്റ്റർ ഇടപെട്ടിട്ടുണ്ട്, നടപടി ഉണ്ടാവും. ബാക്കിയുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ ആ കുട്ടികളെ കൂടി നമുക്ക് രക്ഷപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ എന്തായാലും മോന് കുറച്ച് അടി കിട്ടിയെങ്കിലും ആ സ്ഥാപനത്തിൽ കുറേയധികം കുഞ്ഞുങ്ങൾ ഇതേപോലെ അടി കിട്ടി കിടപ്പുണ്ടാവുമല്ലോ, അവരുടെ കാര്യവും കൂടി പുറത്ത് വരുമല്ലോ. അപ്പോൾ ഇപ്പം അവൻ ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ടോ? ഭക്ഷണം കഴിക്കാൻ ഒരു ബുദ്ധിമുട്ടാണ്. കുറച്ച് കഴിച്ചാൽ ഉടനെ. ഈ അടിച്ചതിനകത്ത് ഈ പാസ്റ്റർ അടക്കമുണ്ടോ? ഇല്ല, അന്ന് പാസ്റ്റർ ഇല്ല അവിടെ. പാസ്റ്റർ വല്ലപ്പോഴും ഈ സ്നേഹത്തണൽ എന്നുള്ള ഓൾഡ് ഏജ് ഹോമിൽ ചെല്ലത്തുള്ളൂ. ഈ മാനേജർ ഉണ്ടല്ലേ? ആഴ്ചയിലൊന്ന്. മാനേജറാണ് അവിടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അവിടെ ഈ റെജി എന്ന് പറയുന്ന ആളാണ് അവിടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. മോനെ ഇങ്ങനെ പറഞ്ഞ പാസ്റ്റർ വല്ലപ്പോഴും വരത്തുള്ളൂ. പക്ഷെ പാസ്റ്ററിനോട് സംസാരിക്കാനായിട്ട് ചെന്നാൽ ഇവര് സമ്മതിക്കത്തില്ല. പാസ്റ്ററിനോട് സംസാരിക്കണം, പിന്നെ പരാതിയൊക്കെ പറയണം എന്നുണ്ടെങ്കിൽ ഇവര് സമ്മതിക്കത്തില്ല. എപ്പോഴും കൂടെ ഇവരുടെ കൂടെ. ശരി, മനസ്സിലായി. എന്തായാലും ആശങ്ക വേണ്ട കേട്ടോ. എന്തായാലും മോനെ വീട്ടിൽ എത്തിച്ചു. നമുക്ക് ബാക്കി കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം. എന്തായാലും ഇനിയിപ്പോൾ കുഞ്ഞിനെ നമുക്ക് പഠിപ്പിക്കാം. അവനെ പഠിക്കുന്നിടത്തോളം അവൻ പഠിച്ചോട്ടെ. നമുക്ക് മിനിസ്റ്റർ ഇപ്പോൾ പറഞ്ഞതുപോലെ നടപടി ഉണ്ടാവുകയും ചെയ്യും കേട്ടോ. വിഷമിക്കേണ്ട. ഓക്കെ, ശരി അമ്മ, താങ്ക് യു.